സൗമ്യ കേസ് തുറന്ന കോടതിയിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചാണ് സുപ്രീം കോടതി അപൂർവ നിലപാട് സ്വീകരിച്ചത്. ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയ വിധിന്യായത്തിൽ പിഴവുകളുണ്ടായെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിച്ചാണ് തുറന്ന കോടതിയിൽ വാദം കേൾക്കുക. ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയ വിധിയിൽ പിഴവുകളുണ്ടെന്ന സംസ്ഥാന സർക്കാർ വാദമാണ് സുപ്രീം കോടതി അംഗീകരിച്ചത്. ഇക്കാര്യത്തിൽ തുറന്ന കോടതിയിൽ വീണ്ടും വാദം കേൾക്കണമെന്ന സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ ആവശ്യപ്പെട്ടു. തുടർന്ന് വിശദമായ വാദം കേൾക്കാമെന്ന് ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയി, പ്രഫുല്ല സി പാന്ത്, യു ലളിത് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. വിധിന്യായത്തിനെതിരായ പുനഃപരിശോധനാ ഹർജികൾ ചേംബറിനുള്ളിൽ പരിഗണിക്കുകയാണ് സാധാരണ പതിവ്. പക്ഷേ ഇപ്രാവശ്യം പുനഃപരിശോധനാ ഹർജി നൽകുന്നതിനൊപ്പം തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യവും സർക്കാർ ഉയർത്തി. സൗമ്യയെ ക്രൂരമായി കൊല ചെയ്ത ഗോവിന്ദചാമി സംശയത്തിന്റെ പേരിൽ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് സംസ്ഥാനം ചോദ്യം ചെയ്തത്. വധശിക്ഷയുടെ 302 വകുപ്പ് സുപ്രീം കോടതി ഗൗരവമായി പരിഗണിച്ചില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. തുറന്ന കോടതിയിൽ വാദം കേൾക്കാമെന്ന് വ്യക്തമാക്കിയതോടെ നാളെ ചേംബറിനുള്ളിൽ നടക്കുന്ന നടപടികൾ അപ്രസക്തമാകും. വ്യക്തമായ ആസൂത്രണത്തോടെ കൃത്യസമയത്ത് നടത്തിയ നീക്കമാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാനത്തിന് വിജയകരമായത്. സൗമ്യ കേസിൽ നിയമപരമായ പഴുതുകളടച്ച് വിശദമായ വാദം നടത്താൻ കേരളത്തിന് അവസരം ലഭിച്ചിരിക്കുന്നു. സുപ്രീം കോടതിക്ക് മുമ്പിൽ നിന്നും സന്തോഷ് സർലിംഗ്. പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതി തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. സൗമ്യ കേസിലെ വിധി വന്നതിന് തൊട്ടു പിന്നാലെ ദില്ലി കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടത്തിയ നീക്കമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. ഭരണഘടനയുടെ 145-ാം ചട്ടപ്രകാരം പുറപ്പെടുവിച്ച വിധിന്യായങ്ങൾ പുനഃപരിശോധിക്കാനുള്ള അധികാരം പരമോന്നത കോടതിയായ സുപ്രീം കോടതിക്കുണ്ട്. പക്ഷെ വിധിന്യായങ്ങളിലെ സാങ്കേതിക പദപ്രയോഗങ്ങളിലെ തെറ്റുകൾ തിരുത്തുക എന്നതിനപ്പുറം പുനഃപരിശോധനാ ഹർജികൾ ചേംബറുകളിൽ മാത്രം പരിഗണിച്ച് മാറ്റുകയാണ് പതിവ്. വധശിക്ഷാ വിധിക്കെതിരെ പ്രതികൾ നൽകിയ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കാമെന്ന് രാജീവ് ഗാന്ധി വധക്കേസിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനപ്പുറം മറ്റു കേസുകളിൽ ചേംബറുകളിൽ മാത്രമേ പരിഗണിക്കൂ. മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മായാവതിക്കെതിരായ അനധികൃത സ്വത്ത് സംഭാവന കേസ്, 2G സ്പെക്ട്രം കേസ് എന്നിവയൊക്കെ തുറന്ന കോടതി എന്ന ആവശ്യം തള്ളി ചേംബറിൽ മാത്രം പരിഗണിച്ച പ്രധാനപ്പെട്ട കേസുകളാണ്. സൗമ്യ കേസ് അസാധാരണ കേസായി പരിഗണിച്ചാണ് സുപ്രീം കോടതി ഒരിക്കൽ പുറപ്പെടുവിച്ച വിധിക്കെതിരായ വാദം തുറന്ന കോടതിയിലേക്ക് മാറ്റുന്നത്. അറ്റോർണി ജനറൽ, അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്നിവരെ ഉൾപ്പെടുത്തി പുനഃപരിശോധനാ ഹർജിയുടെ ഗൗരവം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനായത് നിർണായകമായി. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്താൻ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഹൈക്കോടതി അനുമതി നൽകി. നീറ്റ് പട്ടിക പരിശോധിച്ച് ഓരോരുത്തരുടെയും റാങ്ക് കണക്കാക്കി പ്രവേശനം നടത്താനും കോടതി നിർദ്ദേശിച്ചു. സ്പോട്ട് അഡ്മിഷൻ നാളെ നടത്തും. പ്രവേശന പരീക്ഷാ കമ്മീഷണർ നാളെ നടത്തുന്ന സ്പോട്ട് അഡ്മിഷൻ സമയത്ത് അപേക്ഷകളും അനുബന്ധ രേഖകളും ഹാജരാക്കാൻ 2 കോളേജുകളോടും കോടതി നിർദ്ദേശിച്ചു. ഓൺലൈനായി ലഭിച്ച എല്ലാ അപേക്ഷകളും ഹാജരാക്കണം. ഈ രേഖകൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർ പരിശോധിച്ച് അപേക്ഷകരുടെ മെറിറ്റ് അനുസരിച്ച് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കണം. പ്രവേശനം നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ സമയത്ത് ഹാജരാകാം. എന്നാൽ ഇതിനകം പ്രവേശനം ലഭിച്ചവർ നാളെ ഹാജരാകണമെന്നില്ല. മെറിറ്റ് അടിസ്ഥാനത്തിൽ പൂർണ്ണമായും സുതാര്യമായി വേണം പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ മാസം 13-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വിശദമായ റിപ്പോർട്ട് കമ്മീഷണർ കോടതിയിൽ സമർപ്പിക്കണം. കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റ് പരിഗണിക്കാതെ നടത്തിയ പ്രവേശനം നിയമാനുസൃതമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രവേശന പരീക്ഷാ കമ്മീഷണർ പട്ടിക റദ്ദാക്കിയത്. ഈ സീറ്റുകളിലേക്ക് നേരിട്ട് സ്പോട്ട് അഡ്മിഷൻ നടത്താൻ പ്രവേശന പരീക്ഷാ കമ്മീഷണർ തീരുമാനിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്തായിരുന്നു കരുണ കണ്ണൂർ മാനേജ്മെന്റുകൾ കോടതിയെ സമീപിച്ചത്. എന്നാൽ സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാനോ സ്പോട്ട് അഡ്മിഷൻ തടയാനോ കോടതി തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അമിത ഫീസ് വാങ്ങുന്ന 3 സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കെതിരെ സർക്കാർ കോടതിയെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുണ, KMCT, കണ്ണൂർ മെഡിക്കൽ കോളേജുകൾക്കെതിരെയാണ് നടപടി. 10 ലക്ഷം രൂപ ഫീസ് വാങ്ങാമെന്ന ഹൈക്കോടതി തീരുമാനത്തെ ചോദ്യം ചെയ്യാനാണ് സർക്കാർ തയ്യാറായിട്ടുള്ളത്. അതിന് അപ്പീൽ സർക്കാർ നൽകുകയാണ്. ആ 2 കോളേജുകളും പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള വേറൊരു കോളേജ്. അപ്പോൾ അത്തരം കോളേജുകളെ ഇതിനനുവദിച്ചിട്ടുള്ളത് കോടതിയാണ്. അപ്പോൾ കോടതിയുടെ നടപടിയെ കോടതിയിലൂടെയല്ലാതെ തിരുത്തിക്കാൻ സർക്കാരിനാവില്ല. അതിനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാശ്രയ മാനേജ്മെന്റുകളുമായുള്ള കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ ശാസിച്ചുവെന്ന വാർത്ത സത്യത്തിന്റെ തരിമ്പ് പോലും ഇല്ലാത്തതാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ. സ്വാശ്രയ കരാറിൽ ഏർപ്പെടാത്ത കരുണ, കണ്ണൂർ, KMCT മെഡിക്കൽ കോളേജുകൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതായും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കണ്ണൂരിൻ്റെയും കരുണയുടെയും 4,40,000 ജെയിംസ് കമ്മിറ്റി കൊടുത്തയച്ചത് തള്ളിക്കൊണ്ട് കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ
ആ ഉത്തരവനുസരിച്ച് മാത്രമേ ജെയിംസ് കമ്മിറ്റിക്ക് ഇനി മുന്നോട്ട് നീങ്ങാൻ സാധ്യതയുള്ളൂ എന്നാണ് നിയമപരമായി പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ KMCTക്കെതിരായിട്ടും സുപ്രീം കോടതിയിൽ കരുണയുടെയും കണ്ണൂരിൻ്റെയും ഒപ്പം അവരുടെ 10 ലക്ഷവും സാധുവാകരുത് എന്ന് സുപ്രീം കോടതിയോട് പറയാൻ പോവുക. എന്താ പ്രചരണം? ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്ലാഷ് ന്യൂസ് ആരോഗ്യവകുപ്പ് മന്ത്രിയെയും സെക്രട്ടറിയെയും മുഖ്യമന്ത്രി ശകാരിച്ചു. സത്യത്തിൻ്റെ ഒരു തരിമ്പുള്ള കാര്യമല്ലേ പറയുക സാധാരണ? സ്വാശ്രയ കരാറിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് VM സുധീരൻ. ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സംസ്ഥാന സർക്കാർ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുമായി ഏർപ്പെട്ടിട്ടുള്ള കരാറുകൾ, അവർക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ, വിജ്ഞാപനങ്ങൾ, ഇതെല്ലാം സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഈ കരാറുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളെക്കുറിച്ച് ഹൈക്കോടതിയുടെ ഒരു സിറ്റിംഗ് ജഡ്ജി നേരിട്ട് പരിശോധിക്കട്ടെ. അതിന് സംസ്ഥാന സർക്കാർ ആ പരിശോധനയ്ക്ക്, ആ അന്വേഷണത്തിന് തയ്യാറാകുമോ? അതാണ് സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഒരു ചോദ്യം. പൊതുമേഖലാ സ്ഥാപനമായ KSIEയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള PK സുധീറിന്റെ നിയമനം സർക്കാർ നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നതായിരുന്നു. ഒക്ടോബർ 3-നാണ് നിയമനം റദ്ദാക്കിയത്. പകരം ചുമതല KSIDC MDക്ക് കൈമാറി. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിന്റെ മാനേജിംഗ് ഡയറക്ടറായി PK സുധീറിനെ നിയമിച്ചിരുന്നുവെങ്കിലും മന്ത്രി EP ജയരാജൻ തന്നെ നേരിട്ടിടപെട്ട് ഒഴിവാക്കിയിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ 3-നാണ് PK സുധീറിനെ മന്ത്രി ഒഴിവാക്കിയത്. നിലവിൽ മറ്റൊരു സ്ഥാപനത്തിന്റെ മേധാവിയായി ഇദ്ദേഹത്തെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിന്റെ MDയായി നിയമിച്ചുവെങ്കിലും സ്ഥാനം ഏറ്റെടുത്തിരുന്നില്ല. ശമ്പളമടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയാവാതിരുന്നതിനാൽ വ്യവസായ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ചു തരണമെന്ന് കാട്ടി PK സുധീർ കത്ത് നൽകിയിരുന്നു. സ്ഥാപന മേധാവി എന്ന നിലവിലുള്ള പ്രകടനം വിലയിരുത്തിയ ശേഷം മാത്രമേ ശമ്പളമടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാനാവൂ എന്നതായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. കൂടാതെ പൊതുമേഖലാ സ്ഥാപന മേധാവിമാരായി നിയമിക്കുന്നതിന് മുമ്പ് വിജിലൻസ് ക്ലിയറൻസ് വാങ്ങേണ്ടതുണ്ട്. തുടർന്നാണ് മന്ത്രി EP ജയരാജൻ തന്നെ ഇടപെട്ട് PK സുധീറിനെ ഒഴിവാക്കാനും പകരം ചുമതല KSIDCയുടെ മാനേജിംഗ് ഡയറക്ടറായ KM ബീന IASന് കൈമാറാനും തീരുമാനിച്ചത്. ജീവൻകുമാർ, തിരുവനന്തപുരം. സുധീറിനെ KSIEMDയായി നിയമിച്ചത് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണ നിലയിൽ യോഗ്യതയും മുൻപരിചയവും ഉള്ളവരെയാണ് ഇത്തരം സ്ഥാനങ്ങളിൽ നിയമിക്കുക എന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. സാധാരണ നിലക്ക് വ്യവസായ സ്ഥാപനങ്ങളിൽ MDമാരെ നിശ്ചയിക്കുന്നത് നല്ല കഴിവുറ്റ ആളുകളെ നോക്കിയിട്ടാണ്. ഇത്തരം ഈ പറയുന്ന തരത്തിലുള്ള ഒരു നിയമനം നടന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. സാധാരണ നിലക്ക് നേരത്തെയുള്ള പരിചയവും കൂടി അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ആളുകളെ നിയമിക്കാറുള്ളൂ. ഈ പറയുന്ന പ്രത്യേക പ്രശ്നം എന്താണെന്നുള്ളത് പരിശോധിക്കാം. ലോധ കമ്മീഷൻ നിർദ്ദേശങ്ങൾ ഉപാധികളില്ലാതെ നടപ്പിലാക്കാൻ BCCIക്ക് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. നിർദ്ദേശങ്ങൾ അവഗണിച്ചാൽ ഭരണസമിതിയെ മാറ്റും. ഇത് സംബന്ധിച്ച് ഉത്തരവ് നാളെ പുറപ്പെടുവിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. BCCI അധ്യക്ഷൻ അനുരാഗ് ഠാക്കൂർ ക്രിക്കറ്ററാണ് എന്ന വാദത്തോട് സുപ്രീം കോടതിയുടെ പരിഹാസം. താൻ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ടീമിന്റെ ക്യാപ്റ്റനാണെന്ന് ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. രാജ്യത്തെ ക്രിക്കറ്റ് ഭരണ പരിഷ്കാരത്തിനായി നിയമിച്ച ലോധ കമ്മീഷൻ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്ന BCCIക്ക് സുപ്രീം കോടതിയുടെ താക്കീത്. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ തുടങ്ങി നിലവിലെ ഭരണസമിതിയെ മാറ്റുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ലോധ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഉപാധികൾ മുന്നോട്ട് വെച്ച BCCI നടപടിയും വിമർശനത്തിനിടയാക്കി. ഉപാധികളില്ലാതെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക, ഇല്ലെങ്കിൽ ഭരണസമിതി മാറുക. ഇത് സംബന്ധിച്ച ഉത്തരവ് നാളെ പുറപ്പെടുവിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾക്ക് നൽകാനുള്ള 400 കോടി രൂപ വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ലോധ റിപ്പോർട്ട് അവഗണിക്കുന്ന ക്രിക്കറ്റ് അസോസിയേഷനുകൾക്ക് സാമ്പത്തിക സഹായത്തിന് അർഹതയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. BCCI ഭരണസമിതി തലപ്പത്തുള്ളവർക്ക് ക്രിക്കറ്റുമായി എന്ത് ബന്ധമെന്നും കോടതി ആരാഞ്ഞു. അധ്യക്ഷൻ അനുരാഗ് താക്കൂർ ക്രിക്കറ്ററാണെന്നും രഞ്ജി ടീമിൽ കളിച്ചിട്ടുണ്ടെന്നും BCCI അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചു. ഇതിന് പരിഹാസത്തോടെയായിരുന്നു ബെഞ്ചിന്റെ മറുപടി. താൻ സുപ്രീം കോടതി ജസ്റ്റിസുമാരുടെ ടീമിന്റെ ക്യാപ്റ്റനാണെന്ന് ബെഞ്ചിൽ അധ്യക്ഷത വഹിച്ച ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നത് സംബന്ധിച്ച് നിരവധി ഇമെയിലുകൾ അയച്ചിട്ടും BCCI അവഗണിച്ചെന്ന് ലോധ കമ്മീഷൻ അറിയിച്ചു. മാധ്യമങ്ങളിലൂടെ വസ്തുതകൾ വളച്ചൊടിക്കുകയാണ്. ഇതേ തുടർന്ന് BCCIക്കെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നും കോടതി അറിയിച്ചു.
ന്യൂസ് ബ്യൂറോ, ദില്ലി. കശ്മീരിലെ ഹന്ദ്വാരയിൽ സൈനിക ക്യാമ്പിനു നേരെ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരാണെന്ന് സൈന്യത്തിന് സ്ഥിരീകരണം. ഭീകരരുടെ കൈവശമുണ്ടായിരുന്ന മരുന്ന് സൈന്യം കണ്ടെത്തി. ഇത് പാകിസ്ഥാനിൽ നിർമ്മിച്ചതാണ് എന്നും തിരിച്ചറിഞ്ഞു. ആക്രമണം നടത്തിയ 3 ഭീകരരെയും സൈന്യം വധിച്ചു. പുലർച്ചെ 5 മണിയോടെ വടക്കൻ കാശ്മീരിലെ ഹന്ദ്വാരയിലുള്ള സൈനിക ക്യാമ്പിന് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. രാഷ്ട്രീയ റൈഫിൾസ് ക്യാമ്പിൽ കാവൽ നിൽക്കുകയായിരുന്ന സൈനികർക്ക് നേരെയാണ് ആദ്യം ഭീകരർ വെടിയുതിർത്തത്. സൈന്യം ഉടൻ തിരിച്ചടിച്ചു. 20 മിനിറ്റോളം വെടിവയ്പ് നീണ്ടുനിന്നു. പിന്നീട് കുറച്ചു നേരത്തേക്ക് വെടിവയ്പ് അവസാനിച്ചെങ്കിലും തുടർന്ന് സൈന്യം തിരച്ചിൽ നടത്തുന്നതിനിടെ വീണ്ടും സൈനികർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തു. സൈന്യം നടത്തിയ തിരിച്ചടിയിൽ 3 ഭീകരരെ വധിച്ചു. ഭീകരർ ഉപയോഗിക്കുന്ന 3 AK-47 തോക്കുകളും 4 റേഡിയോ സെറ്റ്, 3 GPS ഉപകരണങ്ങളും മുറിവിനുപയോഗിക്കുന്ന മരുന്നുകളും കണ്ടെത്തി. ഈ മരുന്ന് പാക്കറ്റുകളിൽ പാകിസ്ഥാൻ നിർമ്മിതമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവരെന്ന് കമാൻഡിംഗ് ഓഫീസർ കേണൽ രാജീവ് ഷഹറാൻ വ്യക്തമാക്കി. The medicines which have been recovered by all 3 terrorists, they have Pakistani marking on them. This ascertains that all 3 terrorists were Pakistani terrorists. മറ്റു ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. കാശ്മീരിലെ സൈനിക കേന്ദ്രങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. അതേസമയം ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥർ രംഗത്തെത്തി. ഇത്തരം വീഡിയോകൾ പരസ്യപ്പെടുത്തുന്നത് പാകിസ്ഥാനും ആക്രമണത്തിന് കരുതിയിരിക്കുന്ന ഭീകര സംഘത്തിനും ഗുണം ചെയ്യുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗവും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. IS ബന്ധത്തിന്റെ പേരിൽ അറസ്റ്റിലായ സുബാന് സിറിയയിൽ IS-നായി പോരാടിയെന്ന് വെളിപ്പെടുത്തൽ. ഇറാഖിൽ നിന്നും ആയുധ പരിശീലനം ലഭിച്ചിരുന്നതായി NIA. തിരുനെൽവേലി സ്വദേശിയായ സുബാൻ ഇറാഖിലെത്തിയത് 2015 ഏപ്രിലാണ്. തമിഴ്നാട് സ്വദേശിയായ സുബ്ഹാനി വർഷങ്ങളായി തൊടുപുഴയിലാണ് താമസം. IS-ൽ ആകൃഷ്ടനായ ഇയാൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ 8-നാണ് ഇറാഖിലേക്ക് പോയത്. ഉംറയ്ക്ക് പോവുകയാണെന്നാണ് വീട്ടുകാരോട് ഇയാൾ പറഞ്ഞിരുന്നത്. ചെന്നൈയിൽ നിന്നും ഇസ്താംബുളിലെത്തിയ സുബ്ഹാനി അവിടെ നിന്നും പാകിസ്ഥാനി, അഫ്ഗാൻ സുഹൃത്തുക്കൾക്കുമൊപ്പം ഇറാഖിലെത്തുകയും IS-ൽ ചേർന്ന് ആയുധ പരിശീലനം നടത്തുകയും ചെയ്തതായി ചോദ്യം ചെയ്യലിൽ NIA-യോട് വെളിപ്പെടുത്തി. പിന്നീട് മൊസൂളിലെത്തിയ സുബ്ഹാനി 2 ആഴ്ചയോളം IS-ന്റെ സുരക്ഷാ വിഭാഗത്തിൽ ജോലി ചെയ്തു. ഇതിന് $100 പ്രതിഫലവും ലഭിച്ചിരുന്നു. യുദ്ധം നടക്കവേ 2 സുഹൃത്തുക്കൾ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നേരിട്ട് കണ്ട സുബ്ഹാനി IS പ്രവർത്തനം ഉപേക്ഷിച്ച് നാട്ടിലെത്താൻ ആഗ്രഹിച്ചെങ്കിലും നേതാക്കൾ അനുവദിച്ചില്ല. മാത്രമല്ല ഇയാളെ തടവിലാക്കുകയും ചെയ്തു. ഇന്ത്യയിൽ IS പ്രവർത്തനങ്ങൾ തുടരാം എന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സുബ്ഹാനിയെ നാട്ടിലേക്ക് വിട്ടയക്കുകയായിരുന്നുവെന്നും NIA-യോട് വെളിപ്പെടുത്തി. തിരുനെൽവേലിയിൽ മടങ്ങിയെത്തിയ ഇയാൾ ഇന്റർനെറ്റ് വഴി IS പ്രവർത്തകരുമായി ബന്ധം തുടർന്നു. സ്ഫോടക വസ്തു ശേഖരണത്തിനായി ഇയാൾ ശിവകാശിയിൽ എത്തിയിരുന്നു. ഈ പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് സുബ്ഹാനി NIA-യുടെ പിടിയിലാവുന്നത്. കൊച്ചി NIA കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 9 ദിവസത്തേക്ക് NIA-യുടെ കസ്റ്റഡിയിൽ വിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം നഗരസഭയിൽ BJP കോൺഗ്രസ് സഖ്യം. ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP കൗൺസിലർമാർ കോൺഗ്രസിനും കോൺഗ്രസ് കൗൺസിലർമാർ BJPക്കും വോട്ട് ചെയ്തു. വരാൻ പോകുന്ന നാളുകളിലെ BJP-UDF സഖ്യത്തിന്റെ തുടക്കമെന്ന് LDF. സംഭവത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് BJPയുടെയും കൗൺസിലർമാർ. സംഭവത്തെക്കുറിച്ച് KPCC അന്വേഷിക്കും. തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് BJP കോൺഗ്രസ് ധാരണയുണ്ടായത്. ആകെ പോൾ ചെയ്ത 96 വോട്ടുകളിൽ 6 വോട്ടുകൾ അസാധുവായി. 20 അംഗങ്ങളുടെ മാത്രം പിന്തുണയുള്ള കോൺഗ്രസ് കൗൺസിലർ VR സിനി 51 വോട്ടുകൾ നേടി ഒന്നാമതെത്തി. 34 അംഗങ്ങളുടെ പിന്തുണയുള്ള BJP കൗൺസിലർ ഷീജ മധുവിന് 48 വോട്ടുകൾ ലഭിച്ചു. 44 അംഗങ്ങളുള്ള LDFിൽ നിന്ന് 2 പേരാണ് മത്സരിച്ചത്. 40 വോട്ടുകൾ നേടിയ അഡ്വക്കേറ്റ് ജയലക്ഷ്മി 3-ാം സ്ഥാനത്തെത്തി. 4 വോട്ടുകളുമായി അഞ്ജു 4-ാം സ്ഥാനത്തായി. കോൺഗ്രസ് BJP സഖ്യം വളരെ വൈകാതെ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണിതെന്ന് മേയർ VK പ്രശാന്ത് ആരോപിച്ചു. ജനറൽ സീറ്റിലേക്കുള്ള ഇലക്ഷനിൽ BJP സ്ഥാനാർത്ഥി നിർത്താതെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവരുടെ 35 അംഗങ്ങളും ഒരുമിച്ച് വോട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കോൺഗ്രസ് BJP ഐക്യമുണ്ടായിരുന്നു എന്നുള്ള LDFിൻ്റെ ആരോപണത്തെ ശരിവയ്ക്കുന്ന നിലയ്ക്കായിരുന്നു ഇന്നിവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ ഇതിൽ രാഷ്ട്രീയം കാണേണ്ടെന്നും മുൻ DPC അംഗമായതിനാലാണ് BJP തനിക്ക് വോട്ട് ചെയ്തതെന്നും വിജയിച്ച കോൺഗ്രസ് കൗൺസിലർ VR സിനി പറഞ്ഞു. ഇതിനകത്ത് ഇത്രയും വലിയ ഇഷ്യൂസോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമല്ല DPC ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ. DPC ഇലക്ഷൻ തീർച്ചയായിട്ടും രഹസ്യ ബാലറ്റാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് BJPക്ക് കൊടുത്തോ BJPയുടെ വോട്ട് കോൺഗ്രസിന് കൊടുത്തോ എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ആരുടെ വോട്ട് ആർക്കാണ് കൊടുത്തതെന്ന് ആ വോട്ട് എൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ എണ്ണിയ വോട്ടിൻ്റെത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പ്ലാനിംഗ് സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം കാണേണ്ടെന്നായിരുന്നു BJP പാർലമെന്ററി പാർട്ടി ലീഡർ ഗിരിയുടെയും അഭിപ്രായം. ജില്ലാ ആസൂത്രണ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ BJP പാർലമെന്ററി പാർട്ടിയോ ഒന്നും തന്നെ ഇതിൽ രാഷ്ട്രീയം നമ്മൾ കാണുന്നില്ല. അനുഭവ പരിജ്ഞാനമുള്ള സീനിയർ കൗൺസിലർമാർ
ആ രംഗത്തേക്ക് കടന്നു വരണമെന്നുള്ളതാണ് BJPയുടെ ആഗ്രഹമായിരുന്നത്. സംഭവം വിവാദമായതിനെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം സമ്മർദ്ദത്തിലായി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് DCC അധ്യക്ഷൻ കരകുളം കൃഷ്ണപിള്ള പീപ്പിൾ TVയോട് പറഞ്ഞു. KPCCയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി നഗരസഭയിലുണ്ടായ BJP കോൺഗ്രസ് ധാരണയെപ്പറ്റി KPCC നേതൃത്വവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.